ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 15/5/1984 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. വിശാഖമാണ് നക്ഷത്രം, വിശാഖം 3-ാം പാദം, പുരുഷ ജാതകമാണിത്. മേടലഗ്നം. ലഗ്നത്തിൽ ബുധൻ, ശുക്രൻ. 2-ൽ ധനസ്ഥാനത്ത് സൂര്യൻ, രാഹു. 3, 4, 5, 6 ഭാവങ്ങൾ ശൂന്യം. 7-ൽ വിവാഹസ്ഥാനത്ത് ശനി, കുജൻ, ചന്ദ്രൻ. 8-ൽ കേതു. 9-ൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, ഗുളികൻ. 10, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. അഭിഭാഷകനാണ്, വക്കീലാണ് ഇദ്ദേഹം. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ വിവാഹസ്ഥാനത്ത് ചന്ദ്രനോടൊപ്പം ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയോടൊപ്പം നിൽക്കുന്നു. നല്ല ദേഷ്യമുള്ള, വർദ്ധിച്ച കോപമുള്ള ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഏറ്റവും ഒരുപാട് കേട്ടിട്ടുള്ള ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുള്ളൊരു ജാതകം കൂടാണിത്, ഒരു ഗ്രഹനില കൂടാണിത്. ചൊവ്വാദോഷത്തിൻ്റെ കഥകൾ വെച്ച് വിവാഹം വൈകുക, മോശാനുഭവങ്ങൾ ഉണ്ടാവുക, അസ്വസ്ഥതകൾ, തർക്കങ്ങൾ, വഴക്കുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെയാണ് വയ്പ്. പക്ഷേ അതിന് ചില നിഷ്ഠകളും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണ് ഒപ്പം ചേർക്കുന്നത് എങ്കിൽ ഇതൊന്നും അവിടെ ബാധകമല്ല. പക്ഷെ അപ്പോഴും ഒരു കാര്യം ബാധകമാണ്. അല്പം ദേഷ്യം കൂടുതലുള്ള ആളെ തന്നെ ആയിരിക്കും ഇത്തരം ആളുകൾക്ക് വന്ന് ചേരുക. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതും. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അഭിഭാഷകയാണ്, ചിങ്ങലഗ്നത്തിലുള്ള ആളാണ്, 7-ൽ കുജൻ നിൽക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ നല്ല ദേഷ്യവും മുൻകോപവുമുള്ള സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുന്ന സമയത്ത് ലഗ്നത്തിലാണ് ബുധൻ, ശുക്രൻ. ലഗ്നത്തിൽ ബുധൻ, ശുക്രൻ നല്ലതാണ്. അറിവ് നേടിക്കൊണ്ടേയിരിക്കും. വായനാശീലം അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നതിനുള്ള ത്വര എപ്പോഴും അദ്ദേഹത്തിൽ കാണാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ തർക്കശാസ്ത്രങ്ങളിൽ വിദഗ്ധനായിരിക്കും. ഒരു സ്പെസിഫിക്കായ കാര്യത്തെക്കുറിച്ച് തർക്കിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം വിശദീകരിച്ച് താൻ പറഞ്ഞതാണ് ശരി എന്ന് വാദിച്ചെടുക്കുന്നതിൽ അതിവിദഗ്ധനായിരിക്കും ഇത്തരം ആളുകൾ. അത് അദ്ദേഹത്തിനുള്ളൊരു ക്വാളിറ്റിയും കൂടാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി ചിന്തിക്കുന്ന ഒരാൾ കൂടാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നെല്ലാം കൃത്യമായ അകലം, സേഫായ ഡിസ്റ്റൻസ് പാലിക്കുകയും വേണ്ടത് മാത്രം ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ലഗ്നാധിപനായിട്ടുള്ള കുജൻ നിൽക്കുന്നത് ശശിമംഗള യോഗത്തോടു കൂടിയാണ്. ഒരു ഗ്രഹനിലയിൽ കുജനും ചന്ദ്രനും ഒരേ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിനെ ശശിമംഗള യോഗം എന്ന് പറയും. ശശിമംഗള യോഗം പണം വരുത്തിക്കൊണ്ടേയിരിക്കും. കൃത്യമായി പറഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് എവിടെ നിന്നെങ്കിലുമൊക്കെ പണം ആ ആളുടെ കയ്യിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ലഗ്നാധിപനായ ഗ്രഹം തന്നെയാണ് ചന്ദ്രനോടൊപ്പം യോഗം ചെയ്ത് ശശിമംഗള യോഗത്തോടു കൂടി നിൽക്കുന്നത്. വളരെയധികം ധനവാനാണ്, ഒരുപാട് ഭൂസ്വത്തിനൊക്കെ ഉടമയാണ് അദ്ദേഹം. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക, അതിൽ അഭിപ്രായം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും വിമുഖത കാണിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും വേറൊരു രീതിയാണ്. അതായത് ലഗ്നാൽ 5, മനസ്സിൻ്റെ സ്ഥാനം, സന്താന സ്ഥാനം. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ സാധാരണ ആളുകൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു ചിന്താരീതി ഇദ്ദേഹത്തിനുണ്ടാകും. 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ 2-ൽ ധനസ്ഥാനത്തും അതുപോലെ തന്നെ രാഹുവിനോടൊപ്പവും നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകൾക്കും ഡ്രൈ മൈൻഡഡ് ആണ് ഇദ്ദേഹമെന്ന് തോന്നാം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബറോസ് അല്ലെങ്കിൽ മലൈക്കോട്ടെ വാലിബൻ പോലെയുള്ള സിനിമകളൊക്കെ ഒരുവിധപ്പെട്ട ആളുകൾക്ക് അത്ര ദഹിച്ച സിനിമകളല്ല. പക്ഷേ ഈ സിനിമകളെല്ലാം തന്നെ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന് അതിന് കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്, എന്തുകൊണ്ടാണത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാകുന്നത് എന്ന്. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ചോയ്സും കൂടാണ്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത് 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ രാഹുവിനോടൊപ്പം നിൽക്കുന്നു.
എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം അഭിഭാഷക വൃത്തിയിലും വളരെ സമർത്ഥനായിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടാണ്. 9 ഭാഗ്യസ്ഥാനത്താണ് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുന്നത്. അവിടെ ഒരു ചെറിയ നെഗറ്റീവുണ്ട്. നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 തന്നെയാണ് ഗുളികൻ. അപ്പോൾ അച്ഛൻ വഴിയുള്ള, പിതാവ് വഴിയുള്ള ഭാഗ്യാനുഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ടാകുമെങ്കിലും അച്ഛൻ വഴി ഏതെങ്കിലും ഒരു രീതിയിൽ ബുദ്ധിമുട്ടിനുള്ള, അതായത് അച്ഛനുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ കാരണമോ മാനസികാവസ്ഥ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ടൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ കൂടെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു ജാതകയോഗം ഇദ്ദേഹത്തിനുണ്ട്. 10ാം ഭാവാധിപൻ ശനി ഉച്ചത്തിലാണ് നിൽക്കുന്നത്. അതും കുജനും ചന്ദ്രനും അവിടെ ഉണ്ട്. കുജനോടൊപ്പം ശനി ഒരല്പം ടഫായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടും കാര്യങ്ങൾ അത്ര ഈസിയൊന്നുമല്ല. അദ്ദേഹം അത് ഈസിയാക്കി കാണുകയും ഈസിയാക്കി എടുക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് വിജയങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശശിമംഗളം ചെയ്ത് നിൽക്കുന്ന 2 ഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് ആ മേഖലയിൽ നിന്നും, ഏത് മേഖലയിലാണോ അദ്ദേഹം ജോലി ചെയ്യുന്നത്, പ്രത്യേകിച്ചും 10ാം ഭാവാധിപൻ ഉച്ചത്തിൽ നിൽക്കുന്നു, അതിൽ നിന്നും അടിക്കടി വരുമാനം അല്ലെങ്കിൽ ധാരാളമായി സമ്പാദിക്കാനുള്ള കഴിവ്, ശേഷി, സാധ്യതകൾ, അവസരങ്ങൾ എല്ലാം അദ്ദേഹത്തിന് വന്നു ചേരും. ഇതെല്ലാം അദ്ദേഹത്തിനുണ്ട്. ഇതെല്ലാം ഈ ജാതകത്തിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ്. അതുപോലെ തന്നെ 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ലഗ്നത്തിലാണ്, ശുക്രൻ. അതുപോലെ തന്നെ ബുധനോടൊപ്പം അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട്. 5, 7, 9 ഭാവങ്ങളിലേക്കാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത്. 1, 2, 3, 4, 5. 5ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക്. 6, 7. 7ാം ദൃഷ്ടി 3ലേക്ക്. 8, 9. 9ാം ദൃഷ്ടി മനസ്സിൻ്റെ സ്ഥാനത്തേക്ക്, സന്താന സ്ഥാനത്തേക്ക്. എല്ലാ കാര്യങ്ങളിലും ഒരു ധർമാധർമ്മങ്ങൾ നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും നോക്കി കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ എത്തിക്സിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് പ്രായോഗികതയാണ്. പ്രധാനമായിട്ടുള്ളൊരു പ്രത്യേകത ഇദ്ദേഹത്തിന് ഈശ്വര വിശ്വാസം എന്ന് പറയുന്ന സോക്കോൾഡായ അമ്പലങ്ങളിൽ പോവുക, വഴിപാടുകൾ ചെയ്യുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. അതിന് പ്രത്യേകിച്ചും വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് ഗുളികനോടൊപ്പമാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് പൊതുവെ ഈശ്വര വിശ്വാസം കുറവായിരിക്കും, അല്ലെങ്കിൽ നന്നേ കുറവായിരിക്കും. ഇദ്ദേഹത്തിന് അതില്ലാതാണ്, ഒട്ടുമില്ല. എന്ന് വെച്ച് പോകുന്ന ആളുകളോട് പുച്ഛമോ പരിഹാസമോ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അവരുടെ വിശ്വാസം അവർക്ക്, എൻ്റെ വിശ്വാസം എനിക്ക്, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന, അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിന് വേണ്ടി ആയിരിക്കില്ല ഒരിക്കലും. അദ്ദേഹം ഒരിക്കലും ഒരു അമ്പലത്തിലും പോയി സ്വന്തം പേരിൽ നാളും പറഞ്ഞ് ഭാഗ്യസൂക്തം അല്ലെങ്കിൽ അങ്ങനെയുള്ള വഴിപാടുകളൊന്നും തന്നെ ചെയ്യാറില്ല. എല്ലാ ദിവസങ്ങളും അല്ലെങ്കിൽ എല്ലാ വർഷങ്ങളും എല്ലാ മാസങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. കാരണം അദ്ദേഹം പോസിറ്റീവായി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ആളുകൾക്കൊപ്പം സഹകരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, കാരണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് വ്യാഴദശയിലായിരുന്നു ജനനം. വിശാഖം നാളാണ്. വ്യാഴദശയിലായിരുന്നു ജനനം. 1990 വരെ വ്യാഴദശ. അതിനുശേഷം ശനി 2009 വരെ. അതിനുശേഷം ബുധൻ 2026 വരെ. അതിനുശേഷം കേതു. അതിനുശേഷമാണ് ശുക്രദശ 20 കൊല്ലം, 2053 വരെ. അതിനുശേഷം സൂര്യൻ, ചന്ദ്രൻ, കുജൻ, രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധദശയിൽ ശനിയുടെ അപഹാരമാണ്. ബുധദശയിൽ ശനിയുടെ അപഹാരത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ബുധദശയുടെ അവസാനത്തെ അപഹാരമാണത്, ശനിയുടെ പകർച്ച എന്ന് പറയുന്നത്. അത് 13/12/2023 തൊട്ട് 22/8/2026 വരെയുള്ള കാലമാണത്. ബുധനിൽ ശനി. അതുകൂടെ ആ അപഹാരം കൂടെ കഴിയുന്ന മുറയ്ക്ക് ബുധദശ തീരുകയും അടുത്ത 7 കൊല്ലത്തേക്ക് കേതുദശ. 8 കേതു, ഗുളികൻ്റെ ദൃഷ്ടിയുള്ള കേതു. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, ജാഗ്രത വേണം. അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും കേതുവിൻ്റെ സ്വാപഹാരം പോലെയുള്ള, രാഹുവിൻ്റെ അപഹാരം പോലെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും എല്ലാം അല്പം ഒരു കരുതലോടെ പോകേണ്ടുന്ന ഒരു സമയം തന്നെയാണ് കേതുദശ. അത് ഏതൊരാളെ സംബന്ധിച്ചും ഇവിടെ പ്രത്യേകിച്ചും. അതിനുശേഷം വരുന്ന ശുക്രദശ. അദ്ദേഹത്തിന് ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രനാണ്.
ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹവും ശുക്രനാണ്. അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ, അദ്ദേഹത്തിൻ്റെ ലൈഫിലെ തന്നെ ഒരു പീക്ക് പീരീഡ് ആയിരിക്കും അത്. ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് സ്വത്ത്, സമ്പത്ത്, സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം ഈ പറയുന്ന കേതു ദശയ്ക്ക് ശേഷം അദ്ദേഹത്തിന് വരുന്നുണ്ട്. അതിൽ തന്നെ സ്വാപഹാരമൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു കാലത്തെ മാത്രമേ നല്ലതാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. അത് ഏതൊരാളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ശശിമംഗള യോഗമുള്ള ജാതകം ഒരുപാട് ഉന്നതരായിട്ടുള്ള ആളുകൾക്ക്, ജയലളിത അല്ലെങ്കിൽ വിജയ് പോലെയുള്ള ആളുകൾക്കെല്ലാം ഉള്ള യോഗമാണ് ശശിമംഗള യോഗം. പണം വന്നുകൊണ്ടേയിരിക്കും, ഒരു മുടക്കവുമില്ലാതെ പണം വന്നുകൊണ്ടേയിരിക്കും. അഥവാ മുടങ്ങിയാൽ അതും കൂടെ ചേർത്ത് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഇദ്ദേഹത്തിന് വ്യക്തി സംബന്ധമായിട്ട് തന്നെ ഉണ്ട്. 10ാം ഭാവാധിപനുമായി ബന്ധപ്പെട്ടും അതുണ്ട്. ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.